Hello, ladies and gentlemen. അങ്ങനെ വെൽക്കം ടു അഡൻസ് ഒപ്പീനിയൻ അഗൈൻ ആൻഡ് പേട്രിയറ്റ് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ കണ്ടു. ഇന്നലെ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. സോ ഇന്ന് എടുക്കാമെന്ന് വെച്ചു. ആൻഡ് പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഫോർ മീ ഇറ്റ് വാസ് എ സാറ്റിസ്ഫൈഡ് മൂവി. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു പടം തന്നെയാണ് പേട്രിയറ്റ്. ബിക്കോസ് അതിന് പറയുന്നതിന് മുമ്പേ ഇതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ക്രൂ എടുത്ത് പറയണം. ഡയറക്റ്റഡ് ബൈ മഹേഷ് നാരായണൻ, പിന്നെ മ്യൂസിക് ബൈ സുഷിൻ ശ്യാം. പോളി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗിവ്സ് യു ദ ഹോളിവുഡ് വൈബ്സ്. ആ ഒരു മ്യൂസിക്കിൽ തന്നെ അവർ നല്ല രീതിക്ക് പണി ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഓരോ ഒരു ബീജിയം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് വാസ് സോ ഗുഡ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ബൈ മനീഷ് നന്ദൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. പുള്ളി ഒരു ഫേമസ് സിനിമാറ്റോഗ്രാഫറാണ്. ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് പുള്ളി. പക്ഷെ പുള്ളി മലയാളത്തിൽ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടില്ല. പുള്ളി ബേസിക്കലി ബോളിവുഡും അങ്ങനത്തെ റേഞ്ചിൽ പോകുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ എഡിറ്റിംഗ് ബൈ മഹേഷ് നാരായണൻ ആൻഡ് വേറൊരു മനുഷ്യനും കൂടി ഉണ്ടായിരുന്നു, രാഹുൽ നന്ദന അങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിയുടെ പേര്. സോറി, ഞാൻ മറന്നുപോയി. ഇവരൊക്കെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂ. എടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നിയത് സൗണ്ട് ഡിസൈനും അടിപൊളിയായിരുന്നു. ഇതിൻ്റെ കാസ്റ്റ് ബിഗ് എയിംസ്, രണ്ടുപേരും മോഹൻലാലും മമ്മൂട്ടിയും രണ്ടുപേരും ഒരു സ്ക്രീനിൽ റീയൂണൈറ്റ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹൈപ്പ് ഉണ്ടാവും. ആൻഡ് ബേസിക്കലി എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചത് എന്തൊക്കെയാണോ അതൊക്കെ എനിക്ക് കിട്ടി. ഓവറായിട്ടുള്ള മസാല പരിപാടികളൊന്നും ഇല്ലാണ്ട്, അതായത് ഫാൻസിനെ തൃപ്തിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ, കുറേ റെഫറൻസും, കുറേ മറ്റേ ഇവർ പണ്ട് ചെയ്ത കുറേ കാര്യങ്ങളും അതൊക്കെ എടുത്ത് വീണ്ടും കാണിക്കാതെ കഥയ്ക്ക് എന്ത് ആവശ്യമുണ്ടോ അത് മാത്രം കാണിച്ചു തന്നിട്ട് പോയി. അത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഡയറക്ടറുടെ ആ ഒരു വിഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നയൻതാരയുണ്ട്. നയൻതാര വളരെ കുറച്ചാണ്. ഈവൻ ലാലേട്ടനാണെങ്കിൽ പോലും ഇതൊരു പക്ക മമ്മൂട്ടി പടമാണ്. ഓക്കെ, മമ്മൂക്കയാണ് പടത്തിൻ്റെ ത്രൂ ഔട്ട് നായകനായിട്ട് വരുന്നത്. ലാലേട്ടൻ ഒരു ക്യാമിയോ മാത്രമാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞിട്ടൊരു ഐ തിങ്ക് 10-15 മിനിറ്റിന് ശേഷമാണ് പുള്ളി വരുന്നത്. ആൻഡ് പുള്ളി വരുമ്പോൾ അത് വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അടിപൊളിയായിരുന്നു. പിന്നെ മറ്റേ കാർ ചേസ് സീക്വൻസ് അത് അടിപൊളിയായിരുന്നു. സീനായിരുന്നു ആ കാർ ചേസ് സീക്വൻസ്. ഇറ്റ് വാസ് വെരി ഗുഡ്. ഐ തിങ്ക് ഇറ്റ് ക്യാൻ ബി വൺ ഓഫ് ഇന്ത്യാസ് ബെസ്റ്റ് ചേസ് സീക്വൻസ് എന്ന് ഞാൻ പറയും. കാരണം നല്ലൊരു ഒത്തൻറ്റിക് രീതിയിൽ തന്നെയാണ് അവർ ആ ചേസ് സീക്വൻസ് എടുത്തത്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ആരും തൊട്ട് മുമ്പായിട്ട് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ ഒരു ഫണ്ണി കോൺവെർസേഷൻ ഉണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമായിരുന്നു. ആൻഡ് പിന്നെ ഇതിനകത്ത് രേവതിയുണ്ട്. പിന്നെ രാജീവ് മേനോനെ കുറേ നാൾക്ക് ശേഷമാണ്, എനിക്ക് സംശയം ലാസ്റ്റായിട്ട് പുള്ളി മലയാളത്തിൽ വന്നത് ഹരികൃഷ്ണൻസിലാണ്. അതിനുശേഷം ഇപ്പോഴാണ് പുള്ളി മലയാള സിനിമയിലേക്ക് വരുന്നത്. ഹീസ് എ സിനിമാറ്റോഗ്രാഫർ, ഒരു ഫേമസ് സിനിമാറ്റോഗ്രാഫറാണ്. മണിരത്നത്തിൻ്റെ എനിക്ക് സംശയം ബോംബെ, റോജ അതൊക്കെ എടുത്ത മനുഷ്യനാണെങ്കിൽ. ആൻഡ് മമ്മൂട്ടിയുടെ തന്നെ കണ്ടുകൊണ്ടേന്ന് പറഞ്ഞിട്ടൊരു പഴയൊരു റൊമാൻറ്റിക് പടമുണ്ട്, അതും ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തൊരു സിനിമയാണ്. ഇറ്റ്സ് സോ ഗുഡ്. പുള്ളിയെ മലയാള സിനിമയിലേക്ക് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ കുഞ്ചാക്കോ ബോബൻ ആൻഡ് ഫാദ് ഫാസിലും രാജീവ് മേനോനുമാണ് ആ ഒരു നെഗറ്റീവ് ഷെയ്ഡിലൂടെ ഇങ്ങനെ പോകുന്നത്. ആൻഡ് കുഞ്ചാക്കോ ബോബൻ ഉണ്ട്, ഒരു ചെറിയൊരു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരും. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് ക്യാൻവാസ് മൂവി, ഇത്രയും ഒരു കാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം അലോട്ട് ചെയ്യുന്ന ടൈമും അത്രയും തന്നെ വേണം. അതായത് എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. ആൻഡ് എല്ലാവർക്കും ആ ഒരു സ്പെസിഫിക് ടൈം തന്നെ കൊടുത്തിട്ടുമുണ്ട്. സോ ഓക്കെ. പിന്നെ നല്ലൊരു ക്യാൻവാസിൽ തന്നെ ഒരുങ്ങിയ പടമാണ്. ആൻഡ് പ്രൊഡക്ഷൻ ക്വാളിറ്റി ഈസ് ടോപ്പ് നോച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ലാണ്ട് തന്നെ പറയാം. ഇറ്റ് വുഡ് ബി മലയാള സിനിമ എന്ന് തന്നെയല്ല, ഇപ്പം നമ്മൾ കാണുന്ന ഒരുപാട് മറ്റേ YR സ്പൈ യൂണിവേഴ്സ് പടങ്ങളൊക്കെ 100, 300, 400 കോടി മുടക്കിയിട്ടാണ് അവരൊക്കെ അത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ 1% പോലും ക്വാളിറ്റി നമുക്ക് ആ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റൂല. നമുക്ക് CGI എന്ന് പറഞ്ഞാൽ CGI നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഐ തിങ്ക് അറൗണ്ട് 125-140 crores ഈ സിനിമയുടെ ബഡ്ജറ്റാണ്. ആൻഡ് അതിനകത്ത് ആ സ്പെൻഡ് ചെയ്ത് നമുക്കൊക്കെ കാണാൻ പറ്റും ആ സിനിമയ്ക്കകത്ത്. ഇറ്റ്സ് റിച്ച്.
നല്ല രസമായിട്ട് തന്നെ അവർ ആ പടം മേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ്സ് ഇൻ ദിസ് മൂവി. എനിക്ക് കുറച്ചെങ്കിലും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് ഇതിൻ്റെ റൺ ടൈമാണ്. ഐ തിങ്ക് 3 hours and 15 minutes 3 hours എങ്ങാണ്ടുണ്ട് സിനിമ. ഇറ്റ് കുഡ് ഹാവ് ബീൻ ക്രിസ്പർ, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഒരു ഭയങ്കര ഇതൊരു സ്ലോ ബേണറായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ആ സ്ലോ ബേണർ പരിപാടി ഒന്നും ഒഴിവാക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലെ കുറച്ച് സീൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാമായിരുന്നെങ്കിൽ ഇറ്റ് കുഡ് ഹാവ് ബീൻ മച്ച് ക്രിസ്പിയർ ആൻഡ് മച്ച് ബെറ്റർ, കുറച്ചുകൂടി ഒരു ഫാസ്റ്റ്. ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ഫാസ്റ്റ് പേസ് ആയിട്ട് പോയി. സോ അവിടെയും കുറച്ച് താളപ്പിഴകൾ വന്നു. ആൻഡ് അത് മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ സിനിമയുടെ ഈ തീം, അതായത് ഇത് ചർച്ച ചെയ്ത് പോകുന്ന ആ ഒരു കോൺസെപ്റ്റും അതും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. ആക്ച്വലി ഇറ്റ് ഹാപ്പൻ. അത് ഒരിടയ്ക്ക് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആപ്പിളിനോടും സാംസങ്ങിനോടൊക്കെ ഇതുപോലത്തെ ഒരു ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ആ ആപ്പ് എന്താണെന്ന് വേറെ ഡിഫറെൻ്റ് ആപ്പാണ്. ഓക്കെ, പക്ഷേ അത് ആൻഡ് ഈ സിനിമയ്ക്ക് ചർച്ച ചെയ്തു പോകുന്ന പരിപാടി ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. പക്ഷേ നമ്മൾ എത്രത്തോളം കോഷൻ എടുത്താലും ഹാക്ക് ചെയ്യേണ്ടവൻ ഹാക്ക് ചെയ്തിട്ട് പോകാനുള്ളത് പോവുകയും ചെയ്യും. സോ ഇറ്റ്സ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. ബട്ട് സ്റ്റിൽ ഈ സിനിമ പറയുന്ന ആ ഒരു പരിപാടി ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ആൻഡ് അത് നല്ല രസമായിട്ട് തന്നെ അവർ പറഞ്ഞു പോകുന്നുമുണ്ട്. നമുക്ക് ഒരു സീനിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഒരു ഫോൺ റിവ്യൂ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ആ ഫോൺ റിവ്യൂ പറയുന്ന സംഭവത്തിൽ പുള്ളി ഓരോ ഡീറ്റെയിൽസും പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ആ ഫോൺ കളയണമെന്ന് തന്നെ അവസാനം പുള്ളി പറയാതെ പറയുന്നുണ്ട്. അതായത് പുള്ളി ആ ഫോൺ കളയണം എന്ന് പുള്ളി പറയുന്നില്ല, പക്ഷേ അതിനകത്തെ ഓരോ മെയിൻ പാർട്ട് ഇൻക്ലൂഡിങ് ക്യാമറ അതിനെ എടുത്ത് മാറ്റുമ്പോൾ തന്നെ ഒരാൾക്കും ഫോൺ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ആൻഡ് ഇറ്റ് ഫെൽറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. So yeah, and that's all about Patriot. It's actually one time watchable, above average film. ഞാൻ ഒരിക്കലും ഹിറ്റെന്നോ അതായത് ഗജഗംഭീരം എന്ന് പറയുന്നില്ല, ബിക്കോസ് ഓഫ് ദ സം ഫോൾട്ട്സ് ഇൻ ദ സ്ക്രിപ്റ്റ്, സം ഫോൾട്ട്സ് വിച്ച് ക്യാൻ ബി സൈഡ് എ മൈനർ. പക്ഷെ എന്നാലും എനിക്കൊരു കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ ഒരു ഫോൾട്ട് തന്നെ പറയും. സോ ഒരു അബോവ് ആവറേജ് എന്നാൽ അങ്ങനെ മറ്റേ പൊട്ടാന്ന് പറഞ്ഞാൽ മറ്റേ ഭൂലോക തറ പടം എന്നൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല. സോ ആ ഒരു അബവ് ആവറേജ് പടമാണ് പേട്രിയറ്റ് എനിക്ക് ഫീൽ ചെയ്തത്. ഔട്ട് ഓഫ് 5 ഐ കുഡ് റേറ്റ് ദിസ് മൂവി ഔട്ട് ഓഫ് 5 3.5 ഞാൻ റേറ്റ് ചെയ്യും സിനിമയ്ക്ക്. ഓക്കെ, ആൻഡ് സോ യാ, ദാറ്റ്സ് ഓൾ അബൌട്ട് പേട്രിയറ്റ്. ആൻഡ് നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ റിവ്യൂ അറിയിക്കുക പ്ലീസ്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കണ്ട എൻ്റെ ഓഡിയൻസ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു പുട്ട് യുവർ review in the comment box. And yeah, that's all about Patriot. So until the next video, bye guys.